ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദീവരം തറവാട്ടിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വസന്ത് എന്ന് പറയുന്ന ആൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്രയും കാലം ജീവിച്ച ഈ അരുന്ധതി എന്ന് പറയുന്ന വല്യമ്മയുടെ കള്ളത്തരങ്ങൾക്കും അഹങ്കാരങ്ങൾക്കും തടയിട്ടുകൊണ്ട് നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അതിന് കൂട്ടായിട്ട് നമ്മുടെ വസന്തു എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊടി പൂരമായിരുന്നു. എന്തായാലും തൻ്റെ ഭർത്താവിനെ കൊന്നത് ഈ വസന്താണ് എന്ന രീതിയിൽ വരുത്തി തീർത്ത ഇത്രയും കാലം വസന്തിനെ അകറ്റി നിർത്താനാണ് അരുന്ധതി ശ്രമിച്ചത്. പക്ഷേ സത്യങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷേ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടും എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഈ സത്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ചോദിച്ചു, വല്യമ്മേ, ഈ പറയുന്നതിലും എല്ലാം സത്യമുണ്ടോയെന്ന്. കള്ളം, പച്ച കള്ളം, അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടായി അരുന്ധതി. ആ സമയം എൻ്റെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയാവൂ ഞാൻ ഈ പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ വസന്ത് ചോദിക്കുകയും അതുപോലെ തന്നെ അരുന്ധതിയുടെ വായിൽ നാവ് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. എന്തായാലും അരുന്ധതിക്ക് ഇപ്പോൾ ഗൗതത്തിൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ നല്ല ക്ലിയർ ഇമേജാണ്. കള്ളി അല്ലെങ്കിൽ നുണച്ചി, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവൾ എന്നൊക്കെയുള്ള ഒരിത്. അപ്പോൾ ദുരഭിമാനം ആ ഒരു ഇത് തലയ്ക്ക് പിടിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് ഇത്രയും കാലം. അതിനുശേഷം പിന്നെ നമ്മുടെ പ്രിയയ്ക്കുണ്ടായ കുഞ്ഞിനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. ജീവനില്ലാത്തൊരു ശരീരമാണ് എൻ്റെ പ്രിയ പ്രസവിച്ചതെന്നും ആ കുഞ്ഞിനെ ഒരു നോക്ക് പോലും എന്നെയോ എൻ്റെ ഭാര്യയെയോ കാണിക്കാൻ ഇവർ തയ്യാറായില്ല, അതും ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനൊരു പക്ഷേ ഇവരെന്തെങ്കിലും ചെയ്തതാവാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ വസന്ത് സംസാരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി ഞെട്ടിപ്പോയി. അരുന്ധതിക്ക് ആ രീതിയിലൊരു ക്രൂരത ചെയ്യാൻ കഴിയുമെന്ന് വസന്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ആകെ തകർന്നുപോയി. ഈ സമയം നമ്മുടെ പ്രിയ വസന്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ഇനി സ്ഥാനമില്ലെന്നുള്ള കാര്യം കട്ടായം അങ്ങ് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി, അത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് വസന്ത് പ്രിയയോട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടൈം വേണം, എനിക്ക് ഇതൊക്കെ ഒന്ന് ഓക്കെ ആക്കിയെടുക്കാൻ ടൈം വേണമെന്ന് പ്രിയ വസന്തിനോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്നുള്ള രീതിയിലൊക്കെ ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കോളാം, പക്ഷേ ഇനിയും ഞാൻ വരും, എൻ്റെ പ്രിയയെ കാണാൻ ഇനിയും ഞാൻ ഇവിടെ വരും. അപ്പോഴും പല ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട് അരുന്ധതി അമ്മേ. അരുന്ധതി അമ്മ അതിനുള്ള മറുപടിയെല്ലാം എനിക്ക് തന്നേ പറ്റൂ. ഈ ചോദ്യമൊന്നും പൂർത്തീകരിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വസന്ത് അവിടെ നിന്ന് പോകണം. അപ്പോൾ വസന്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രിയ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അരുന്ധതി പ്രിയയുടെ മുന്നിലേക്ക് വലിയതായിട്ട് ചെന്നപ്പോഴേക്കും പ്രിയ ചോദിച്ചു, വസന്തേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? അച്ഛനെ കൊന്നത് വസന്താണെന്ന് നാഴികയ്ക്ക് 40 വട്ടവും കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടന്ന നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ചും എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലൊന്നും ഉണ്ടാക്കി പറയില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ കുറേ പറഞ്ഞു. പ്രിയ അങ്ങനെ കൂടി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി തീർന്നു. അരുന്ധതി ഇങ്ങനെ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുക. കാരണം സ്വന്തം മകൾ അവളുടെ കുഞ്ഞിനെ ഞാൻ കൊന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ അപായപ്പെടുത്തി എന്നുള്ള രീതിയിൽ സംസാരിച്ചത് അത് അരുന്ധതിയെ ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കി, എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ആഘാതം അരുന്ധതിയിൽ ഭയങ്കരമായിരുന്നു. എന്തായാലും അരുന്ധതി അതൊക്കെ കേട്ടിങ്ങനെ തകർന്ന് നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയെ എല്ലാവരും കൂടി കടിച്ചു കീറാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ നമ്മുടെ വസന്ത് പോകുന്നതിന് മുമ്പ് നന്ദയെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അത് ഞാൻ അറിഞ്ഞാൽ, അപ്പോൾ അത് അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി നന്ദയെയും അതുപോലെ തന്നെ ഗൗതത്തിനെയും അടുത്ത് നിർത്തി ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നു. അപ്പോൾ ഈ നന്ദ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഗൗതം ആദ്യം ദേഷ്യത്തോടെ സംസാരിച്ചെങ്കിലും ഇപ്പം നന്ദ ചെയ്ത കാര്യങ്ങളൊക്കെ നന്മയുള്ളതാണ് അല്ലെങ്കിൽ നല്ലതാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗതം പറയാം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് എൻ്റെ മോള് ഈ കുടുംബത്തിന് പറ്റിയ യഥാർത്ഥ മരുമകളായത് എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു. ഗൗതം മോനെ, നന്ദയെപ്പോലെ ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയത് നിൻ്റെ മഹാസൗഭാഗ്യമാണടാ. നീ അത് മനസ്സിലാക്കാതെ പോകരുത്, നീ അത് മനസ്സിലാക്കാതെ പെരുമാറരുത്, ഇനിയും നീ മോളെ കുറ്റപ്പെടുത്തരുത് തുടങ്ങിയ രീതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഈ ഒരു സംഭവം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ നന്ദ കൈകാര്യം ചെയ്തു. അപ്പം നന്ദയ്ക്കൊരു വാശിയുള്ളത് ഈ അരുന്ധതി വല്യമ്മയെ കൊണ്ട് തന്നെ
പ്രിയേച്ചിയുടെയും പ്രിയേച്ചിയുടെയും വസന്ത് സാറിൻ്റെയും കൈ പിടിപ്പിക്കണം എന്നുള്ളത്, അതിന് എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ നന്ദ അവിടെ നിന്ന് ലക്ഷ്മിയോട് പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മോൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അതെല്ലാം നടക്കുമെന്ന് ലക്ഷ്മി അന്നേരത്തേനും പറയുക. അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയത്ത് പിങ്കി മുകളിൽ പോയി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം പിങ്കി എല്ലാം ജയിച്ചു എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് നമ്മുടെ നന്ദ അതൊക്കെ പൊളിച്ചടിക്കുക അടുത്ത് തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെന്നു. നന്ദ അങ്ങ് ചെന്നപ്പോൾ പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കിയോട് ചോദിച്ചു, ഇതുപോലൊക്കെ ഇവിടെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ പിങ്കിന്ന്. നീ കൂടുതൽ ആളാവുമൊന്നും വേണ്ടടി, നീ കാണിച്ചതൊക്കെ നിൻ്റെ നാശത്തിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല, എൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു. കാരണം എന്നെ നീ ഒരുപാട് നിന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ലല്ലേ. വസന്ത് സാറ് VK സാറ് വസന്താണെന്നുള്ള രഹസ്യം അത് ഇങ്ങനെ കയ്യിൽ വെച്ച് ആ ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിച്ച് ജീവിതകാലം മുഴുവൻ നിനക്കങ്ങ് സുഖിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ലല്ലോ. നീ എന്താ വിചാരിച്ചത് എന്നെ പറ്റിയെന്ന് ചോദിച്ചു. നന്ദാ, നിൻ്റെ ഈ ഡ്രാമ കൊണ്ടൊന്നും ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിൻ്റെ ഇപ്പോഴത്തെ ഈ ഷോ കാരണം നിനക്ക് പ്രിയേച്ചിയുടെ മുന്നിൽ സ്റ്റാർ ആകാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഈ ഇന്ത്യവരം തറവാട്ടിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വസന്തിനേക്കാളും വലിയ ബദ്ധശത്രു ഇപ്പം നീയാണ്. നീ എല്ലാവരുടെയും കണ്ണിലെ കരടായിരിക്കുകയാണെന്നും അധിക കാലമൊന്നും ഈ വീട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, സാരമില്ല, അതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നീ ഇപ്പം പറഞ്ഞല്ലോ ഈ കുടുംബത്തിലെ ഏറ്റവും ബദ്ധശത്രു ഞാനാണെന്ന്. ഈ പറയുന്ന പ്രിയേച്ചിയെയും അതുപോലെ വസന്ത് സാറിനെയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും. അവരുടെ രണ്ടുപേരുടെയും കൈ പിടിക്കാൻ നിൻ്റെ വല്യമ്മയും അതുപോലെ മഹേശ്വരൻ ചെറിയച്ഛനും എല്ലാവരും ഉണ്ടാകും. അത് ഞാൻ നിന്നെ വെല്ലുവിളിക്കുക, നീ കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞു നന്ദ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ പല്ലുറുമ്മിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ. അതിന് യാതൊരു സംശയം ഇല്ല എന്നുള്ള കാര്യം നന്ദ പറഞ്ഞു. നീ ചെവിയിൽ നുള്ളിക്കോളാനും നന്ദ പറയാം. അപ്പം നന്ദ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നന്ദയുടെ മുന്നിൽ പറഞ്ഞ് ജയിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം പിങ്കിക്ക് നന്നായിട്ട് അറിയാം. പിങ്കി നേരെ പോയി എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടില്ലേ, എല്ലാ അടിയിൽ കൂടെ പാര പണിയാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കഴിഞ്ഞു. നമ്മുടെ നന്ദ കൂളായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. എന്തായാലും അരുന്ധതി എന്ന് പറയുന്ന കൊടും വഞ്ചകിയുടെ ആ ഒരു കൊടും ക്രൂരതയുടെ കഥകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിക്കും പുള്ളിക്കാരിയോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു, മുറിയിലേക്ക് ചെന്നു. അവിടെ ഗൗതവും നന്ദയുമായിട്ട് ആ കുട്ടി, അതായത് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അതിനുശേഷം ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് ചെറിയ അസുഖക്കാരിയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കാണാനും അതുപോലെയുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയേച്ചിയുടെ കാര്യങ്ങളും പറഞ്ഞു. പ്രിയേച്ചി ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും വസന്ത സാറിൻ്റെ അരികിലേക്ക് വിടില്ല, അത്രയ്ക്കും തങ്കക്കുടം പോലെ ഒരു കുഞ്ഞാണതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ താൻ ഇതുപോലൊക്കെ എഫേർട്ട് എടുക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും തനിക്കെതിരാകും, വലിയൊരു പൊട്ടിത്തെറി തന്നെ ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാകും. ഇതൊക്കെ നേരിടാനും തരണം ചെയ്യാനുമുള്ള മനസ്സ് തനിക്ക് ഉണ്ടാകണം, ആ കരുത്ത് തനിക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യമൊക്കെ ഗൗതം പറയാം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൗതം സാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മുടെ നന്ദ നേരം ഗൗതത്തിനോട് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രിയ അവിടെ റൂമിൽ ഓരോന്നോർത്ത് ഇങ്ങനെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരു ആയുസ്സിൽ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു ആ പ്രിയയുടെ ജീവിതത്തിലുണ്ട് പ്രിയയുടെ അമ്മ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയയ്ക്ക് അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. അപ്പോൾ പ്രിയയുടെ മനസ്സ് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഗൗതം നന്ദിയോടും പറഞ്ഞു. പ്രിയേച്ചിയുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ പ്രിയേച്ചിക്ക് ഒരു ആശ്വാസമായിട്ട് നീ മാത്രമേ ഉള്ളൂ, പ്രിയേച്ചിക്ക് ആശ്വാസം കൊടുക്കണം, അല്ലെങ്കിൽ പ്രിയേച്ചിയോട് കാര്യകാര്യങ്ങൾ ഇതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഓർത്ത് ഗൗതം സാർ വിഷമിക്കേണ്ട കാര്യമില്ല, പ്രിയേച്ചി തളർന്നു പോകാതെ ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും പിങ്കി അടുത്ത ഏഷണി നുണയായിട്ട് അവിടുത്തെ പൂതനകളുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നന്ദയ്ക്കും അതുപോലെ
ഈ വി കെ സാറിനും എതിരുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളും കഥാമുഹൂർത്തങ്ങളും കഥാവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി.